സുഹൃത്തുക്കളെ, ഈ ഒരു സൗഹൃദ സംഗമം ആരംഭിക്കുന്നതിന് മുമ്പ് 2012 ജനുവരി 22 നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മൂവാറ്റുപുഴക്കാരൻ നിയാസ് എന്ന കൂട്ടുകാരൻ ഒരു ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. ആ കൂട്ടുകാരന് ഒരു അനുസ്മരണം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഗമം ആരംഭിക്കാം. അനുസ്മരണം നേടുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഓടി നടക്കുന്ന നമ്മുടെ പുതിയ അംഗം ശ്രീ ഷഫീൽ കണ്ണൂരിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത്.കോമിലെ കൂട്ടുകാരെ, സ്നേഹസലാം, നല്ല നമസ്കാരം. സൗഹൃദത്തിന് പുതിയ നാമ്പുകൾ തേടി മലയാളികൾക്ക് സുഹൃത്ത് കൂട്ടായ്മ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. സൗഹൃദത്തിന് പ്രാചീന കാലം മുതലേ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മതാടിസ്ഥാനത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രാധാന്യം തന്നെയാണ്. കൃഷ്ണനെ ഓർക്കുമ്പോൾ സുഹൃത്ത് കുചേലൻ അവരുമായി കൊണ്ടുപോയത് കാണാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖും അസ്സാൻ ഇബ്നു സാബിത്തിനെയും പോലെയുള്ള നല്ല കൂട്ടുകാർ, അതുപോലെ ഈ നല്ല കൂട്ടുകാർ സുഹൃത്തെന്ന ഈ പൂന്തോപ്പിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ നന്ദി, അതോടൊപ്പം തന്നെ സ്വാഗതവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മയിൽ അംഗമായിരുന്ന നിയാസ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10 മാസം പിന്നിടുന്നു. 2012 ജനുവരി 22 നാടിനെ ആകെ നടുക്കിയ ദുരന്തത്തിലൂടെ നിയാസ് നമ്മെ വിട്ടുപിരിയുന്നത്. മൂവാറ്റുപുഴയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് നിയാസ് മരണപ്പെട്ടത്. 3 വർഷം മുമ്പ് പിതാവ് അർബുദത്തിന് കീഴടങ്ങി മരണം വരിച്ചതിനു ശേഷം ഉമ്മയെയും 13 വയസ്സുള്ള സഹോദരിയെയും ആ ആഘാതത്തിൽ നിന്നും കരകയറ്റാനും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും പ്രായത്തിന്റെ പക്വതയ്ക്കപ്പുറം നിയാസ് പുലർത്തിയ മനസാന്നിധ്യം ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ക്യാമറാമാനായിരുന്ന നിയാസ് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീട്ടു ചെലവിനായി മാത്രം നീക്കിവെച്ചിരുന്നു. സ്വന്തം കാര്യത്തിന് പണം ചെലവാക്കാനോ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാനോ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഏക സഹോദരിയുടെ ജീവിതാഭിവൃദ്ധി കണ്ട് മനം കുളിർക്കാൻ ഉമ്മയ്ക്ക് സാന്ത്വനമാകാനോ വിധി നിയാസിനെ അനുവദിച്ചില്ല. 21 വയസ്സിൽ ആ കൊച്ചുമിടുക്കൻ യാത്ര ആവുകയായിരുന്നു. മരണരംഗം ബോധമില്ലാത്ത കോമാളിയാണല്ലോ. സുഹൃത്തുക്കളായിരുന്നു നിയാസിന്റെ ശക്തിയും ദൗർബല്യവും. ഒരു വലിയ സുഹൃത്ത് വലയമാണ് നിയാസിനുണ്ടായിരുന്നത്. അപകടം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും നിയാസ് നമ്മോടൊപ്പം സുഹൃത്തിലുണ്ടായിരുന്നു എന്നത് ഒരു നൊമ്പരമായി ഇന്നും നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു. കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന നിയാസിന്റെ വേർപാടിന് പകരം വെക്കാനാകില്ല എന്നറിയാമായിരുന്നുവെങ്കിലും ആ കുടുംബത്തിന് കരുണയുടെ ഒരു കൈത്താങ്ങായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നതും ഈ അവസരത്തിൽ ഓർക്കുന്നു. അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച കുടുംബസഹായ നിധി നമ്മുടെ അംഗങ്ങൾ നിയാസിന്റെ വീട്ടിലെത്തി കൈമാറിയിരുന്നു. സഹോദരിയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാൻ ചില ഇടപെടലുകളും നമ്മൾ നടത്തിയിരുന്നു. പ്രിയപ്പെട്ട നിയാസ്, നിനക്ക് മരണമില്ല. നീ പകർന്നു നിന്ന സൗഹൃദത്തിന്റെ ഊഷ്മള സ്മരണയ്ക്ക് എന്നും ഞങ്ങൾ ഉണ്ടാകും. നിയാസിന്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മൗനമാചരിക്കാം.